നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കളി തോൽക്കും എന്ന് ഉറപ്പുള്ളപ്പോൾ കള്ളക്കളി എന്ന് പറഞ്ഞ് കളിയും നിർത്തി പോവുകയോ തടസ്സപ്പെടുത്താൻ നോക്കുകയോ ചെയ്യുന്ന ചിലരെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കുട്ടിക്കാലത്ത് അങ്ങനെ ചെയ്തവരായിരിക്കും കൂടുതൽ. എങ്കിലും മുതിർന്നാലും ചെയ്യുന്നവരുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ കക്ഷികൾ ചെയ്യുന്ന അങ്ങനെ ഒരു നാണംകെട്ട പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എളമരം കരീം. ഇതിനെ തുടർന്ന് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി സമർപ്പിച്ച് UDF. എന്നാൽ എന്തിനാണ് പരാതി കൊടുത്തതെന്നറിഞ്ഞപ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോയത് പക്ഷേ BJP പ്രവർത്തകരായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം പങ്കുവച്ച വീഡിയോയ്ക്കെതിരെയാണ് പരാതി. അദ്ദേഹം പങ്കിട്ട വീഡിയോ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നുവെന്നാണ് UDF പറയുന്നത്. UDF കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതെന്ത് മറിമായം എന്നാണ് സ്ഥലത്തെ BJP പ്രവർത്തകർ പരസ്പരം ചോദിക്കുന്നതും അടക്കം പറയുന്നതും. കാരണം നാഴികയ്ക്ക് 40 വട്ടം വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നവരാണ് കോൺഗ്രസുകാർ. അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണോ ഈ പരാതി വന്നിരിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കുകയാണ് BJP പ്രവർത്തകർ. ചിലർ കുടിച്ച വെള്ളം മാറിപ്പോയോ എന്ന് വരെ നോക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ വലിയ അതിശയിക്കാനില്ല എന്നാണ് കോൺഗ്രസ് പക്ഷം. ഞങ്ങൾ ജയിക്കാത്ത സ്ഥലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് മാത്രമേ കൃത്രിമത്വം നടന്നതായി കോൺഗ്രസ് ആരോപിക്കാറുള്ളൂ എന്നാണ് UDF വ്യക്തമാക്കിയത്. ഇപ്പോൾ കോൺഗ്രസിന് ജയസാധ്യതയുള്ളതുകൊണ്ട് ഇവിടുത്തെ വോട്ടിംഗ് യന്ത്രം ഓക്കെ ആണെന്നാണ് UDFന്റെ വാദം. തോറ്റ തെരഞ്ഞെടുപ്പിലും തോൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇലക്ഷൻ സംവിധാനത്തെ കുറ്റം പറയുക എന്നതാണ് കോൺഗ്രസിന്റെയും CPMന്റെയും സ്ഥിരം നയം. എന്നാൽ കോൺഗ്രസ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത്ഭുതകരമായ തെരഞ്ഞെടുപ്പ് മെഷീനുകൾ സത്യസന്ധമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയായിരുന്നു. ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അത്രയും സമയം പ്രതിസ്ഥാനത്ത് നിന്ന വോട്ടിംഗ് മെഷീനുകൾ കോൺഗ്രസ് ജയിക്കുമ്പോഴേക്കും ഒരു കുഴപ്പവും ഇല്ലാതാകുന്ന അതിഭീകരമായ കാഴ്ചകൾ. അതായത് വോട്ടിംഗ് മെഷീനുകൾ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ മാത്രം അത് പ്രവർത്തനയോഗ്യമാണ് എന്നാണ് കോൺഗ്രസിന്റെ വാദം. ഇത്ര യുക്തിബോധമുള്ളവരാണ് 70 കൊല്ലം ഭരിച്ചിട്ടും ഈ രാജ്യം ബാക്കിയായത് എന്നത് തന്നെ മഹാഭാഗ്യം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഇന്നിപ്പോൾ കോഴിക്കോടും കേരളത്തിലും പൊതുവെ ഭരണവിരുദ്ധ വികാരത്തെ തുടർന്ന് കോൺഗ്രസിന് അനുകൂലമായ വികാരമാണ് പൊതുവിലുള്ളത്. ഈ സാഹചര്യത്തിൽ വോട്ടിംഗ് യന്ത്രത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന സത്യം ജനങ്ങൾ അറിയണം എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവുള്ളവരാണ് കോൺഗ്രസ് നേതാക്കൾ. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത തൽക്കാലം പോകുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. ഇനി BJP ജയിച്ചതോ ജയിക്കുന്നതോ ആയ ഏതെങ്കിലും മണ്ഡലത്തിലെ റിസൾട്ട് വരാതെ തെരഞ്ഞെടുപ്പ് മെഷീനെ കുറിച്ചുള്ള കുറ്റങ്ങൾ നമ്മൾ കോൺഗ്രസിന്റെ നാവിൽ നിന്ന് വരില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.